ഹലോ, വെൽക്കം ടു നോവിസ്റ്റ. നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ജേർണി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നത് നോവിസ്റ്റയുടെ പോർട്ടൽ വഴിയാണ്. സോ എങ്ങനെയാണ് ഈ പോർട്ടൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഓറിയന്റേഷൻ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്യാനുള്ള ലോഗിൻ ക്രെഡൻഷ്യൽസും URLും അടങ്ങിയ വെൽക്കം മെയിലും ഓഫർ ലെറ്ററും മെയിലിലേക്ക് റിസീവ് ആയിട്ടുണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് പോർട്ടൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഈ URL വഴി ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മളുടെ പോർട്ടലിന്റെ ഡാഷ്ബോർഡ് ആയിരിക്കും. ഈ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ജേർണി ട്രാക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് ഏറ്റവും റൈറ്റിലായിട്ട് ഗോ ടു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഡാഷ്ബോർഡിൽ ലീഡ് ഇൻഫർമേഷൻ, ഇന്റേൺഷിപ്പ് എക്സ്റ്റൻഷൻ റിക്വസ്റ്റിനുള്ള ഓപ്ഷൻ, ടെക്നിക്കൽ ടീമിനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ തന്നെ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രസ്, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴുള്ള പ്രോഗ്രസ്, കോഡ്സ് എന്നിവ ഡാഷ്ബോർഡിൽ കാണാം. ഇത് കൂടാതെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് മോഡ്യൂൾസിലെ നിങ്ങളുടെ പെർഫോമൻസ് വെണ്ടർ ഇന്റർവ്യൂ ചെയ്ത് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുകയും പെർഫോമൻസ് റിസൾട്ട് പോർട്ടലിൽ ഡാഷ്ബോർഡിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനായി ഷോ ചെയ്യുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ഓവറോൾ പ്രോഗ്രസ് അനലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഗ്രാഫ് വഴി നിങ്ങൾക്ക് ഏത് മൊഡ്യൂൾസിൽ സ്ട്രോങ് ആണെന്നും ഇംപ്രൂവ്മെന്റ് വേണ്ടത് എവിടെയാണെന്നും വെരി ഈസിലി ഐഡന്റിഫൈ ചെയ്യാനും കഴിയുന്നതാണ്. ഗോ ടു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ 8 മൊഡ്യൂൾസ് നിങ്ങൾക്ക് കാണാം. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഒഴികെ ബാക്കി 7 മൊഡ്യൂൾസും ലോക്ക്ഡ് ആയിരിക്കും. ഫസ്റ്റ് മൊഡ്യൂളിലെ നിങ്ങളുടെ സെഷൻസ് എല്ലാം കണ്ട് അതിനുള്ളിലെ ടാസ്കുകളും വർക്കൗട്ട് ചെയ്തതിനു ശേഷം അതിനുള്ളിലെ അസസ്മെന്റ് ടെസ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. സോ സ്റ്റാർട്ട് അസസ്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു അസസ്മെന്റ് ടെസ്റ്റിലെ എന്തെല്ലാമാണോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതെല്ലാം നിങ്ങളുടെ ടൈമർ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വ്യൂ ആകുന്നതാണ്. ദെൻ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിനുള്ളിലെ എല്ലാ ടാസ്കുകളും അസസ്മെന്റും ഇന്റർവ്യൂവും കണ്ടക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂൾ അൺലോക്ക് ചെയ്യുവാനായിട്ട് നിങ്ങളുടെ മെന്ററിന് റിക്വസ്റ്റ് സെൻഡ് ചെയ്യേണ്ടതാണ്. അൺലോക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ റിക്വസ്റ്റ് സെൻഡ് ആവുന്നത്. ഇനിയും ഡാഷ്ബോർഡിലെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്നിക്കലി നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്ന ടീമിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്ന മെന്റർ, കസ്റ്റമർ റിലേഷൻഷിപ്പ് ടീം, പ്ലേസ്മെന്റ് ഓഫീസർ എന്നിവരുടെ ഡീറ്റെയിൽസ് കാണാം. ടീമിനെ കണക്ട് ചെയ്യാനുള്ള എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും ഇവിടെ കാണാവുന്നതാണ്. മെയിൽ ID, അവരുടെ കോൺടാക്ട് നമ്പർ, വാട്സപ്പ്, പുറത്തുള്ളവരാണെങ്കിൽ ബോട്ട് ടീം, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ചാനലായ സിഗ്നൽ എന്നിങ്ങനെയുള്ള എല്ലാ ലിങ്കുകളും നിങ്ങൾക്കിവിടെ കാണാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ നിങ്ങൾക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പേരിൽ തന്നെ നോയിസ്റ്റ് നിങ്ങൾക്ക് അഡീഷണലി 2 ഓപ്ഷൻസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്: ടിക്കറ്റ് ആൻഡ് സജഷൻസ്. ടിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്റേൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാനുള്ള പാർട്ടാണ്. സോ നിങ്ങൾക്ക് ടിക്കറ്റ് ക്രിയേറ്റ് സപ്പോർട്ട് ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ടിക്കറ്റിന്റെ കണ്ടന്റ് എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം മെൻഷൻ ചെയ്യാവുന്നതാണ്. ദെൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രൂഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ടിക്കറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ കൊറീസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റഡ് ആയിട്ടുള്ള ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാവുന്നതാണ്. ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ അതിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടായിരിക്കും കാണുന്നത്. നിങ്ങളുടെ മെന്റർ നിങ്ങളെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇൻ പ്രോഗ്രസിലേക്ക് ചേഞ്ച് ആവുകയും ഫൈനലി ഈ ഒരു ടിക്കറ്റ് ക്ലോസ്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ക്ലോസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻസിലേക്ക് ചേഞ്ച് ആവുന്നതായിട്ടും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സജഷൻസ് ഞങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സജഷൻസ് എന്ന് പറയുന്ന ബട്ടൺ. അവിടെ നിങ്ങൾക്ക് സജഷൻസ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ദെൻ ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. കൊറീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ടിക്കറ്റ്സും അതേപോലെ തന്നെ സജഷൻസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു സജഷൻസ് നമ്മുടെ ടീം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സജഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ആവുന്നതായിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ കാണുന്ന മറ്റൊരു അഡ്വാൻസ്ഡ് ടാബാണ് ലീവ്. ലീവ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വാലിഡ് ആയിട്ടുള്ള റീസണും പ്രൂഫും അറ്റാച്ച് ചെയ്തു വേണം അയക്കുവാൻ. അല്ല എന്നുണ്ടെങ്കിൽ ലീവ് റിജക്റ്റ് ചെയ്യുന്നതാണ്.
നിങ്ങൾക്ക് ലീവ് റിക്വസ്റ്റ് ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ എന്ന് വരെയാണ് ലീവ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സെലക്ട് റീസൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് റീസൺ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. വാലിഡ് ആയിട്ടുള്ള പ്രൂഫും നിങ്ങൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ദെൻ സബ്മിറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലീവ് റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലീവിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പെൻഡിങ്ങിലായിരിക്കും ഫസ്റ്റ് കാണുന്നത്. അവിടെ നിങ്ങൾ ആഡ് ചെയ്ത പ്രൂഫും കാണാവുന്നതാണ്. നിങ്ങളുടെ ലീവ് റിക്വസ്റ്റ് മെൻഡർ വെരിഫൈ ചെയ്തതിനു ശേഷം വാലിഡ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ നിങ്ങളുടെ ലീവ് അപ്രൂവ് ചെയ്തതാണ്. അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു പെൻഡിങ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്രൂവ്ഡ് സ്റ്റാറ്റസിലേക്ക് ചേഞ്ച് ആവുന്നതാണ്. നിങ്ങളുടെ പോർട്ടലിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിംഗ് ഡേറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ മെന്ററിനെ കണക്ട് ചെയ്യാവുന്നതാണ്. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.